ഇത് ഒരു തരത്തിലുള്ള പാതയമാണ്. ഇത്തരത്തിലുള്ള പാതയം വേണമെങ്കിൽ നമുക്കൊരുക്കാം. ഇതുപോലെയുള്ള യാത്രാ സജ്ജീകരണം നമുക്ക് വേണമെങ്കിൽ നടത്താം. നമ്മുടെ കൂട്ടുകാരികൾക്ക് നമുക്ക് സിനിമ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കൂട്ടുകാരന്മാർക്ക് നമുക്ക് പാട്ട് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം. അവന് ലവ് ലെറ്റർ എഴുതി കൊടുക്കാം. അവന് ആദ്യമായി പ്രപ്പോസ് ചെയ്യാൻ വിറച്ചു നിൽക്കുമ്പോൾ അവന് ധൈര്യം കൊടുക്കാം. എല്ലാം ചെയ്യാം. ഇതും സജ്ജീകരണമാണ്, നമ്മുടെ നാളേക്ക് വേണ്ടിയുള്ള സജ്ജീകരണം. അതേപോലെ വേറൊരു സംഭവം കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇത് നടക്കുന്നത് ഒരു വെസ്റ്റേൺ കൺട്രിയിലാണ്, ഒരു പാശ്ചാത്യ രാജ്യത്താണ്. അവിടെ ഒരു ചെറിയ മഹല്ല്, അധികം ആളുകളൊന്നുമില്ല. അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയിൽ സ്ഥിരമായി നമസ്കരിക്കാൻ വരുന്ന വലിയൊരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. ആളുകൾ മുഴുവൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന അറിയപ്പെട്ട വലിയൊരു ഉദ്യോഗസ്ഥൻ. ആ ഉദ്യോഗസ്ഥൻ ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് എന്നും പള്ളിയിൽ കുറേ നേരം ഇരിക്കും. അദ്കാറുകളും ദുആകളുമായി പള്ളിയിൽ ഒരുപാട് നേരം ഇരിക്കും. എല്ലാവരും പോയി രാത്രി ആയി കഴിഞ്ഞിട്ടേ ആ മനുഷ്യൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമായിരുന്നുള്ളൂ. അങ്ങനെ അദ്ദേഹം മരിക്കാൻ, പെട്ടെന്ന് അദ്ദേഹം മരിക്കാൻ അപ്രതീക്ഷിതമായി. ആളുകൾ മുഴുവൻ ദുഃഖത്തിലായി, എല്ലാവരും സങ്കടത്തിലായി. അവിടെ പള്ളിയിലേക്ക് വരുന്ന ആളുകൾക്ക് അദ്ദേഹം ഇരുന്നിരുന്ന ഒന്നാമത്തെ സ്വഫ് വല്ലാത്ത ശൂന്യത. അങ്ങനെയാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് ശൂന്യത അനുഭവപ്പെടുക? ചില ആളുകൾ മരിച്ചാൽ അവരുടെ ക്ലബ്ബുകളിലുള്ള ആളുകൾക്കായിരിക്കും അവിടെ ശൂന്യത അനുഭവപ്പെടുക. ചില ആളുകൾ മരിച്ചാൽ ആ നാട്ടിലുള്ള ഏതെങ്കിലും റോഡരികിലുള്ള കിടങ്ങിനായിരിക്കും ശൂന്യത അനുഭവപ്പെടുക. ചില ആളുകൾ മരിച്ചാൽ 5 വക്ത് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്ന മുഅ്മിനീങ്ങൾക്കായിരിക്കും ശൂന്യത അനുഭവപ്പെടുക. ചില പെൺകുട്ടികൾ മരിച്ചാൽ നന്മ പറഞ്ഞു കൊടുക്കുന്ന നല്ലൊരു കൂട്ടുകാരിയുടെ അസാന്നിധ്യമായിരിക്കും കൂട്ടുകാരികൾക്ക് ശൂന്യതയായി അനുഭവപ്പെടുക. ആ ശൂന്യതയാണ് നമുക്കുണ്ടാവേണ്ടത്. ഈ മനുഷ്യൻ മരിച്ചപ്പോ പള്ളിയുടെ ഒന്നാമത്തെ സഫിൽ ആ മനുഷ്യൻ ഇരുന്ന് ദിക്റുകൾ ചൊല്ലിയിരുന്ന, ദുആ നടത്തിയിരുന്ന, ഖുർആൻ ഓതിയിരുന്ന ആ സ്ഥലം വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെട്ടു ആളുകൾക്ക്. ദിവസങ്ങൾ കടന്നുപോയി, ആഴ്ചകളും കടന്നുപോയി. വല്ലാത്തൊരു കാര്യം അവിടെയുള്ള ആളുകൾ ശ്രദ്ധിക്കാണ്. എന്താണെന്നറിയോ? പള്ളിക്കകത്തും പുറത്തുമൊക്കെ വല്ലാത്ത ദുർഗന്ധം. പള്ളിക്കകത്തും പുറത്തുമൊക്കെ വല്ലാത്ത ദുർഗന്ധം നാറ്റുണ്ടാവാൻ തുടങ്ങി. ആളുകൾ പരസ്പരം ചോദിച്ചു, എന്താണിത്? എന്താ ഇങ്ങനെ നാറാൻ കാരണം? വല്ലാത്ത നാറ്റാണല്ലോ, സഹിക്കാൻ പറ്റുന്നില്ല. ദിവസങ്ങൾ കടന്നു പോകുന്തോറും ആ നാറ്റം കൂടിക്കൂടി വരാൻ തുടങ്ങി. അവസാനം അവർ മനസ്സിലാക്കി ഇത് പള്ളി വൃത്തിയാക്കി കഴിഞ്ഞിട്ടാണ്. വുദൂ എടുക്കുന്ന ഭാഗവും ബാത്റൂമിന്റെ ഭാഗവും പള്ളിയുടെ പരിസരവും തുടച്ച് വൃത്തിയാക്കാത്തത് കൊണ്ടാണ് ഈ മണം വരുന്നത്. അവര് ചിന്തിച്ചു, എന്തുകൊണ്ട് ഇത്രയും നാള് ഈ മണം വന്നില്ല? എന്തുകൊണ്ട് ഇത്രയും നാള് ഈ ദുർഗന്ധം വന്നില്ല? അവരാലോചിച്ചു. അവസാനം അവർ ആ സത്യം മനസ്സിലാക്കി. സമൂഹം മനസ്സിലാക്കുന്ന, സമൂഹം ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, നൂറുകണക്കിന് ഉദ്യോഗസ്ഥന്മാരുടെ സല്യൂട്ട് സ്വീകരിക്കുന്ന ആ വലിയ മനുഷ്യൻ, ആ വലിയ ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് മണിക്കൂറുകളോളം പള്ളിയിലിരുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ? ആളുകൾ മുഴുവൻ പോയി കഴിഞ്ഞാൽ, നാട്ടുകാർ മുഴുവൻ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ, ആരോരും അറിയാതെ തന്റെ രക്ഷിതാവിന് വേണ്ടി, അവന്റെ ഭവനം വൃത്തിയാക്കുന്നതിന് വേണ്ടി ആ ഉദ്യോഗസ്ഥൻ, നിലയും വിലയുമുള്ള ഉദ്യോഗസ്ഥൻ, ബഹുമാനിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥൻ, ആളുകൾ പോയി കഴിഞ്ഞാൽ രാത്രിയുടെ നിശീത നിശബ്ദതയെ സാക്ഷിയാക്കി അദ്ദേഹം സ്വന്തം കൈകൊണ്ട് ബാത്റൂം നടക്കുകയാണ്. ആളുകൾ കാർക്കിച്ചു തുപ്പിയ, ആളുകൾ മുഖം കഴുകിയ ഹൗദിന്റെ പരിസരങ്ങൾ സ്വന്തം കൈപ്പടകൾ കൊണ്ട് തുടച്ചു വൃത്തിയാക്കുകയാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലം പള്ളിയിൽ ഒരു ദുർഗന്ധം ഉണ്ടായിട്ടില്ല, പള്ളിയിൽ ഒരു നാറ്റം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ ആ സാന്നിധ്യം ഉണ്ടായപ്പോ അവിടെ അവർ തിരിച്ചറിയുകയാണ്. അത് കഴിഞ്ഞ് നാട്ടുകാരത് തിരിച്ചറിഞ്ഞ ഒന്നാമത്തെ വെള്ളിയാഴ്ച ഖതീബ് മിമ്പറിൽ കയറി. രണ്ടാമത്തെ ഖുത്ബയിൽ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹം കരഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ കൂടെ മുന്നിലത്തെ സഫിൽ ഉണ്ടാകുമായിരുന്ന ഞാനും നിങ്ങളും ബഹുമാനിക്കുന്ന വലിയ മനുഷ്യൻ, അദ്ദേഹം ഇവിടെ വലിയൊരു കാര്യം ചെയ്തിരുന്നു. വർഷങ്ങളായി നമ്മൾ ആരും അറിയാതെ ഈ പള്ളിയും പള്ളിയുടെ പരിസരങ്ങളും അദ്ദേഹമാണ് വൃത്തിയാക്കിയിരുന്നത്. അദ്ദേഹം ഒരു അനുമോദനം പ്രതീക്ഷിച്ചിട്ടില്ല, ഒരു പ്രശംസ പ്രതീക്ഷിച്ചിട്ടില്ല, ഒരു കൈകൊട്ടൽ പ്രതീക്ഷിച്ചിട്ടില്ല, ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അള്ളാന്റെ തൃപ്തിക്കും അള്ളാഹുവിന്റെ രിദക്കും വേണ്ടി മാത്രമായിരുന്നു എന്ന് ആളുകൾ മുഴുവൻ പൊട്ടിക്കരഞ്ഞു. അന്നും അസർ നമസ്കാരം കഴിഞ്ഞു, മഗ്രിബ് നമസ്കാരം കഴിഞ്ഞു, ഇശാ നമസ്കാരം കഴിഞ്ഞപ്പോ ആ പള്ളിക്കകത്ത് ഒരുപാട് യുവാക്കൾ, ആരും പോകുന്നില്ല. എല്ലാവരും ദുആ ചെയ്ത് ദിക്റ് ചൊല്ലി ഖുർആൻ ഓതി അവിടെ അങ്ങനെ ഇരിക്കാൻ. അവസാനം ആരും പോകുന്നില്ല എന്ന് കണ്ടപ്പോ എല്ലാവർക്കും കാര്യം മനസ്സിലായി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പോകുന്നില്ലേ?
അപ്പൊ എല്ലാവരും ഇത് തുടരാനുള്ള പരിപാടിയാണ്. ഏത്? ഈ മരിച്ചുപോയ മനുഷ്യൻ വർഷങ്ങളായി ഒറ്റക്ക് നിന്ന് ചെയ്തിരുന്നത് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ നാട്ടുകാരറിഞ്ഞു, യുവാക്കൾക്കൊക്കെ ആവേശമായി. അവരെല്ലാവരും 10-15 യുവാക്കൾ പള്ളിയിൽ ലക്ഷാസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നു പള്ളി വൃത്തിയാക്കാൻ. അവസാനം അവർ തമ്മിൽ തർക്കമായി. അവർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നറുക്കിട്ടിട്ട് ഇന്നത്തെ ദിവസം നറുക്ക് വീഴുന്ന ആൾ വൃത്തിയാക്കട്ടെ, നാളെയും നറുക്കിടാം. അങ്ങനെ ഓരോ ദിവസം നറുക്കിട്ടിട്ട് നമുക്ക് ഈ പള്ളി വൃത്തിയാക്കാം എന്ന് പറഞ്ഞ് ഇന്നും ആ പ്രദേശത്ത് 5 പൈസ കൂലിക്ക് വെക്കാതെ അള്ളാന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചിട്ട് യുവാക്കൾ പള്ളിയും പരിസരവും വൃത്തിയായിക്കൊണ്ടിരിക്കാൻ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ അറിയോ? ഓരോ പ്രാവശ്യവും ആ പള്ളിയുടെ ഹൗദിന്റെ കരയിലെയും ബാത്റൂമിലെയും മാലിന്യങ്ങൾ നീക്കാൻ ഒരു യുവാവ് വെള്ളമെടുത്തൊഴിക്കുമ്പോ ആ വെള്ളം മഴയായി അനുഗ്രഹത്തിന്റെ, റഹ്മത്തിന്റെ, ബർക്കത്തിന്റെ, നിഅമത്തിന്റെ, വാത്സല്യത്തിന്റെ, റബ്ബിന്റെ കാരുണ്യത്തിന്റെ തുല്യതയില്ലാത്ത മഴയായി ഈ മരിച്ചു കിടക്കുന്ന ഉദ്യോഗസ്ഥന്റെ ഖബറിലേക്ക് പെയ്യുമെന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക്? ഇതുമൊരു പാതയമാണ്, ഇതുമൊരു യാത്രയുടെ ഒരുങ്ങലാണ്. ഇങ്ങനെയാണ് നമ്മൾ യാത്രക്ക് വേണ്ടി ഒരുങ്ങേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. 2 തരത്തിലുള്ള യാത്രക്ക് വേണ്ടിയുള്ള ഒരുങ്ങലുകളാണ്. അല്ലാഹു അതുപോലെ ഒരുങ്ങാൻ, രണ്ടാമത് പറഞ്ഞ ആ മനുഷ്യനെ പോലെ ഒരുങ്ങാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. 2 രീതിയിലാണ് ആളുകളോട് അല്ലാഹു മരണത്തിന്റെ സമയത്ത് പെരുമാറുക. ഒന്നാമത്തെ പെരുമാറ്റം എങ്ങനെയാണെന്നറിയോ? ദില്ലത്ത് കൊടുത്തിട്ടാണ്. എന്താണ് ദില്ലത്ത്? നിന്യതയാണ്. നിന്യത, അപമാനിച്ചിട്ടാണ് ചില ആളുകളെ ഈ ദുനിയാവെന്ന് പഠിച്ചും കൊണ്ടുപോകുക. എന്താ അതിന്റെ തെളിവ്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത് വൽ മലായികതു ബാസിതു ഐദീഹിം أخرجوا أنفسكم اليوم تجزون عذاب الهون بما كنتم تقولون على الله غير الحق وكنتم عن آياته تستكبرون ولو ترى താങ്കൾ കാണുകയാണെങ്കിൽ ഇതിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്, അക്രമകാരികളായ മനുഷ്യർ നാളെ മരണത്തെ മല്ലിടുന്ന സമയത്തെ അങ്ങ് കാണുകയാണെങ്കിൽ വൽ മലായികതു ബാസിതു ഐദീഹിം അഖ്രിജൂ അൻഫുസകും, അല്ലാഹുവിന്റെ മാലാഖമാർ ആ മനുഷ്യന്റെ ശരീരത്തിന്റെ ചുറ്റിലും നിന്നുകൊണ്ട് കൈകൾ നീട്ടി പറയുകയാണ്, അഖ്രിജൂ അൻഫുസകും, പുറത്തേക്ക് കൊണ്ടുവരണം ഖബീസായ വൃത്തികെട്ട നിങ്ങളുടെ ആത്മാക്കളെ. അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ الحق وكنتم من آياته تستكبرون. ഉമ്മാന്റെയും ബാപ്പാന്റെയും മാഷന്മാരുടെയും ടീച്ചർമാരുടെയും കൂട്ടുകാരുടെയും കണ്ണിൽ പൊടിയിടാൻ നിങ്ങൾ ധരിച്ചിരുന്ന വെള്ളവസ്ത്രം ഇന്ന് പിച്ചി ചീന്തപ്പെടുകയാണ്. ഇന്നേ ദിവസം അപമാനിക്കപ്പെടുന്ന ദിവസമാണ്, ദില്ലത്തിന്റെ ദിവസമാണ്, അടികൊള്ളുന്ന ദിവസമാണ്, പഴി കേൾക്കുന്ന ദിവസമാണ്. നിന്യമായ റബ്ബിന്റെ അദാബിലേക്ക് അനുവാദമില്ലാതെ നിങ്ങളെ വലിച്ചു കൊണ്ടുപോകപ്പെടുന്ന ദിവസമാണ്. ദില്ലത്ത് നൽകിയിട്ടാണ് ചില ആളുകളെ ഈ ദുനിയാവിൽ അല്ലാഹു കൊണ്ടുപോകുക. പടച്ചോൻ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സൗദി അറേബ്യയിൽ മയ്യിത്ത് കുളിപ്പിക്കാൻ മക്കത്തൊക്കെ പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിന്റെ തലപ്പത്തുണ്ടാവുക ഉലമാക്കളാണ്, ആലിമീങ്ങളാണ്. അങ്ങനെ ഒരു മയ്യിത്ത് മക്കയിലേക്ക് കൊണ്ടുവരപ്പെട്ടു എന്നാണ്. അതിന്റെ പ്രാന്തപ്രദേശത്തുള്ളൊരു ചെറുക്കന്റെ മയ്യിത്ത്. ആ മയ്യിത്ത് കണ്ടപ്പോൾ ആളുകൾ പേടിച്ചുപോയി. മയ്യിത്ത് വല്ലാത്ത രൂപത്തിലാണ്, മുഖമൊക്കെ കറുത്തിരണ്ടിട്ട് വല്ലാത്തൊരു രൂപത്തിലാണ് മയ്യിത്തുള്ളത്. അവിടെ ആലിമ് ചോദിച്ചു, എന്താ സംഭവം? ഈ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ചരിത്രം ഉണ്ടോ? ഈ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ബാക്ക് ഹിസ്റ്ററി ഉണ്ടോ? ഇത്രമാത്രം മയ്യിത്ത് വികൃതമാവാൻ, ഇത്രമാത്രം മയ്യിത്ത് വൃത്തികേടാവാൻ എന്തെങ്കിലും ഒരു ബാക്ക് ഹിസ്റ്ററി ഈ കുട്ടിക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആളുകൾ പറഞ്ഞു, ഉണ്ട് ഉസ്താദേ, ഉണ്ട്. എന്താണ് ബാക്ക് ഹിസ്റ്ററി എന്നറിയോ? എന്നും രാത്രി മയക്കുമരുന്ന് കഴിച്ച് അബോധാവസ്ഥയിൽ വന്നിട്ട് സ്വന്തം ഉമ്മാനെ അടിക്കുകയും ഇടിക്കുകയും തൊഴിക്കുകയും ചെയ്ത് ഉമ്മാന്റെ വസ്ത്രങ്ങൾ വലിച്ചു കീറിയിട്ട് വീടിന്റെ ചുറ്റിലും നഗ്നയായി ഉമ്മാനെ നടത്തിച്ചിരുന്നു ഈ പയ്യൻ. അതുകൊണ്ട് അവന്റെ മരണസമയത്ത് അള്ളാഹു അവന്റെ ദില്ലത്ത് നൽകി. ആ ആലിമ പറഞ്ഞു, ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായ ആ പണ്ഡിതൻ പറഞ്ഞു, ഞാൻ ഇവന് വേണ്ടി നിസ്കരിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള മരണത്തിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ ഇക്റാമ കൊടുത്തിട്ട് പടച്ചോൻ തിരിച്ചു കൊണ്ടുപോകുന്ന ചില ആളുകളുണ്ട്.
അവരുടെ മരണം ഇസ്സത്തുള്ള മരണമായിരിക്കും, സുന്ദരമായ മരണമായിരിക്കും, ആരും കണ്ടാൽ കൊതിച്ചു പോകുന്ന മരണമായിരിക്കും. അന്തസ്സോടെയാണ് അവർ ഈ ലോകത്ത് നിന്ന് യാത്രയാവുക. അതിനൊരു ഉദാഹരണമാണ് മഹാനായ ഹൻദല റളിയല്ലാഹു അൻഹു. ഉഹുദ് യുദ്ധം കഴിഞ്ഞിട്ട്, ഉഹുദ് യുദ്ധത്തിന്റെ ട്രാജിക് എൻഡിൽ 70ഓളം സ്വഹാബികൾ മരിച്ച് ആ സ്വഹാബികളുടെ മയ്യത്തുകൾ ഇങ്ങനെ മറമാടിക്കൊണ്ടിരിക്കുമ്പോ, ഷഹീദായ ആളുകളുടെ മയ്യത്ത് കുളിപ്പിക്കൂല, അറിയില്ലേ, അവരെങ്ങനെ മറമാടിക്കൊണ്ടിരിക്കുമ്പോ ഹൻദല റളിയല്ലാഹു അൻഹുവിനെ സഹാബത്ത് ഇങ്ങനെ കൂടിയെടുത്ത് തപ്പുണ്ട്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഊർന്നുറ്റുന്നുണ്ട്. ആരും കുളിപ്പിച്ചിട്ടില്ല, ആരും വെള്ളവും പാർന്നിട്ടില്ല. പിന്നെ എവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത്? അത്ഭുതമായിപ്പോയി എല്ലാവർക്കും. എല്ലാവരും റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നു എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ, ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്, വെള്ളം ഇങ്ങനെ ഊർന്നിറങ്ങാണ് ഹൻദലയുടെ ശരീരത്തിൽ നിന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൻദലയുടെ ഭാര്യയോട് ഒന്ന് പോയി ചോദിച്ചു നോക്ക് എന്താണ് സംഭവം. ഹൻദലയുടെ ഭാര്യയുടെ അടുത്ത് ചെന്നു, ചോദിച്ചു എന്താണ്. ഭാര്യ പറഞ്ഞു, അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന് ജനാബത്തുണ്ടായിരുന്നു. അദ്ദേഹവും ഞാനും തമ്മിൽ ബന്ധത്തിലേർപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം യുദ്ധത്തിന് വരുന്നത്. അങ്ങനെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി പറയാൻ, ആകാശലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വന്നിട്ട് അദ്ദേഹത്തെ കുളിപ്പിക്കുകയാണ്. ആ വെള്ളമാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ഉറ്റു വീണുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ ബഹുമതിയാണ് അല്ലാഹു ഹൻദല റളിയല്ലാഹു അൻഹുവിനെ കൊടുത്തത്. അതുപോലെ തന്നെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ കുറിച്ച് നമുക്കറിയാം. ബദറിന്റെയും ഉഹുദിന്റെയും ഖന്തക്കിന്റെയും ഭൂമിയിൽ അള്ളാന്റെ റസൂൽ എഴുന്നേറ്റ് നിന്നിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോ കൂടി നിൽക്കുന്ന സഹാബികളുടെ കൂട്ടത്തിൽ ഫസ്റ്റ് എഴുന്നേറ്റ് നിന്നിട്ട് സഅദ് ഇബ്നു മുആദാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? യാ റസൂലല്ലാഹ്, ചുട്ടുപൊള്ളുന്ന മരുഭൂമിയുടെ കനൽപദങ്ങളിലൂടെ ബർക്കുൽ ഖിമാദിലേക്ക് അങ്ങ് ഞങ്ങളെ ക്ഷണിച്ചാലും മടികൂടാതെ, ആർത്തലമ്പുന്ന തിരമാലകൾ ഭേദിച്ച് കടന്നു പോകാൻ അങ്ങ് ഞങ്ങളെ ക്ഷണിച്ചാലും അങ്ങയുടെ പിന്നാലെ അനുസരണയോടെ ഞങ്ങൾ വരും എന്ന് പറഞ്ഞ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മരിച്ചപ്പോ സഹാബികൾ അദ്ദേഹത്തെ എങ്ങനെ ഏറ്റിക്കൊണ്ടുപോയപ്പോ സഹാബികൾ പറയാണ്, റസൂലേ, തീരെ കനമില്ലല്ലോ, തീരെ കനമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ചിരിച്ചു. അങ്ങനെ മയ്യത്ത് കൊണ്ടുപോയി ആ ഖബറിലേക്ക് അദ്ദേഹത്തെ വെച്ച് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് പറയാണ്, എങ്ങനെ കനമുണ്ടാകാനാണ്? ഖദ് ഇഹ്തസ്സ അർശുർ റഹ്മാൻ വനസല മലായികത്തും മിനസ് സമാ വഫുതിഹത് ലഹു അബ്വാബുസ് സമാ. എങ്ങനെ കനമുണ്ടാകാനാണ്? സഅദിന്റെ മരണവാർത്ത അള്ളാന്റെ അർശിനെ വിറപ്പിച്ചിട്ടുണ്ട്. സഅദിന്റെ മരണവാർത്തയുടെ ദുഃഖത്താൽ പടച്ച റബ്ബിന്റെ അർശ് വിറച്ചു പോയിട്ടുണ്ട്. മാത്രമല്ല സഅദിന്റെ റൂഹിനെ, ആത്മാവിനെ സ്വീകരിക്കാൻ ആകാശങ്ങളുടെ വാതിലുകൾ മുഴുവൻ മലക്ക് തുറക്കപ്പെട്ടിട്ടുണ്ട്. സാധാരണ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ റൂഹുമായി മലക്കുകൾ ആകാശത്തേക്ക് പോയി അനുവാദം ചോദിക്കുമ്പോൾ മാത്രമാണ് ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുക. പക്ഷേ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ തന്നെ സ്വല്ലാ അലൈഹി മലായികത്തും ബൈനസ് സമാവാതി വൽ അർദ് വഫുതിഹത് ലഹു അബ്വാബുസ് സമാ. ആകാശഭൂമികൾക്കിടയിലുള്ള മലക്കുകൾ മുഴുവൻ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുകയും ആകാശത്തിന്റെ വാതിലുകൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ മലർക്ക് തുറക്കപ്പെടുകയും ചെയ്തു. മാത്രമല്ല നസല മലായികത്തും മിനസ് സമാ 70000 മലായികത്തും മിനസ് സമാ. 70,000 മലക്കുകൾ ആകാശലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഉത്തരവോടുകൂടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ ചുമക്കാൻ. മനുഷ്യന്മാർക്ക് വിട്ടുകൊടുത്തിട്ടില്ല, സ്വഹാബികൾക്ക് വിട്ടുകൊടുത്തിട്ടില്ല. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ മയ്യിത്തിനെ ചുമന്ന് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോയത് മുഖറബുകളായ അബ്റാറുകളായ അള്ളാഹുവിന്റെ മലക്കുകളാണ്. ഇതും ഒരു മരണമാണ്. ഇക്റാമോടുകൂടി പടച്ച തമ്പുരാൻ തിരിച്ചു കൊണ്ടുപോകുന്ന ചിലത്. മരിച്ചാലും അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ആത്മാഭിമാനത്തിനോ അവരുടെ അന്തസ്സിനോ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്മതിക്കുക ഇല്ല എന്നുള്ളതാണ്. അതിനനുസരിച്ച് നമ്മൾ ഇവിടെ ജീവിക്കണം. എനിക്കറിയില്ലേ, മഹാനായ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് ഉഹുദ് യുദ്ധത്തിലാണ്. ഉഹുദ് യുദ്ധത്തിൽ അദ്ദേഹത്തെ ആക്രമിക്കാൻ വന്ന 2 ആളുകളെ അദ്ദേഹം കൊന്നപ്പോൾ ഈ മരിച്ച 2 ആളുടെ ഒരു പെങ്ങളുണ്ട് മക്കയിൽ. ആ പെങ്ങളുടെ പേര് സുലാഫ ബിൻത് അബീ ത്വൽഹ എന്നാണ്. ഈ സുലാഫ ബിൻത് അബീ ത്വൽഹ ഒരു ഓഫർ അങ്ങ് പുറപ്പെടുവിച്ചു. എന്താണ് ആ ഓഫർ? എൻ്റെ 2 ആങ്ങളമാരെ കൊന്ന ആസിമിനെ ആരെങ്കിലും കൊന്നാൽ, എന്നിട്ട് ഓൻ്റെ തല എനിക്ക് കൊണ്ടുവന്ന് തന്നാൽ ആ തലയോട്ടിയിൽ ഞാൻ കള്ളൊഴിച്ച് കുടിക്കും, എന്നിട്ട് ആ തലയോട്ടി നിറയെ സ്വർണ്ണം നിറച്ചിട്ട് ഞാൻ തിരിച്ചു കൊടുക്കും. വല്ലാത്ത ഓഫറാണ്.
ആസിം റളിയല്ലാഹു അൻഹുവിന്റെ തലയറുത്തിട്ട് ആരെങ്കിലും എനിക്ക് കൊണ്ടുവന്ന് തന്നാൽ ആ തലയോട് നിറയെ സ്വർണവുമായി അവർക്ക് ഞാൻ തിരിച്ചു കൊടുക്കുന്നതാണ്. ഇത് കേട്ടിട്ട് കുറച്ച് ഗോത്രക്കാർ മദീനയിൽ പോയി റസൂലുള്ളാഹിനോട് പറഞ്ഞു, റസൂലെ, ഞങ്ങൾക്ക് ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം, ദീന് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് വലയിലാക്കി ആസിം റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി മദീനയിൽ നിന്ന് പുറപ്പെട്ടു. എന്തിനാ? കൊല്ലാൻ വേണ്ടിയായിരുന്നു. മദീനയുടെ പ്രാന്തപ്രദേശത്തെത്തി 200ഓളം ആളുകൾ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ വളഞ്ഞു, ആക്രമിക്കാൻ തുടങ്ങി. അവിടെ വെച്ച് ആസിം റളിയല്ലാഹു അൻഹു അള്ളാഹിനോടൊരു ദുആ നടത്തി, റബ്ബേ, മരിക്കാൻ എനിക്ക് ഭയമില്ല, നിനക്ക് വേണ്ടി ഈ ഭൂമിയിൽ പിടഞ്ഞു വീഴാൻ ഞാൻ മടിക്കുന്നില്ല. പക്ഷേ ഈ പറയുന്ന കപടന്മാർ, ചതിയന്മാർ, വഞ്ചകന്മാർ എന്റെ ശരീരത്തെ തൊടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് ഞാൻ മരിക്കുന്നതിന് മുമ്പായാലും ശേഷമായാലും നാഥാ, എന്റെ മരണത്തിന് മുമ്പോ ഞാൻ മരിച്ചതിന് ശേഷമോ ഈ പറയുന്ന കപടന്മാർ, ചതിയന്മാർ എന്നെ തൊടുന്നതിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണേ റബ്ബേ എന്ന് ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി. അത്ഭുതമായിരുന്നു പിന്നീട് നടന്നത്. 200ഓളം വരുന്ന ആളുകളുടെ പടയാളികൾ ഓടി വന്ന് ആസിം റളിയല്ലാഹു ആക്രമിക്കാൻ നോക്കും. പക്ഷെ അവരവിടെ മരിച്ചു. അദ്ദേഹത്തെ തൊടാൻ കഴിഞ്ഞിട്ടില്ല, ഒരാൾക്കും സ്പർശിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവസാനം അവര് പറഞ്ഞു, ആസിമിന്റെ അടുത്ത് പോയിട്ട് എന്തായാലും ആസിമിനെ കൊല്ലാൻ കഴിയില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, ദൂരെ നിന്നിട്ട് കല്ലെറിഞ്ഞു കൊല്ലാം. അങ്ങനെ അവരൊക്കെ കുറച്ച് ദൂരെ നിന്നിട്ട് കൂർത്ത കല്ലുകൾ എടുത്ത് ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ എറിയാൻ തുടങ്ങി. കല്ലിന്റെ കൂർത്ത ഭാഗങ്ങൾ നെറ്റിയിൽ തട്ടി ചോര പൊട്ടിയൊഴുകി. ആ സ്വഹാബി മണ്ണിലേക്ക് വീണു, അവിടെ പിടഞ്ഞു മരിച്ചു. അപ്പോഴും ഒരാൾക്ക് പോലും അദ്ദേഹത്തിന്റെ ശരീരത്തെ തൊടാൻ കഴിഞ്ഞിട്ടില്ല. ആസിം റളിയല്ലാഹു അൻഹു മരിച്ചപ്പോ ഈ ആളുകൾ പറഞ്ഞു, മരിച്ചു കഴിഞ്ഞു, ഇനി നമുക്ക് അവന്റെ തലയെറുക്കാം, തലയെറുത്തിട്ട് സുലാഫൊക്കെ കൊണ്ടു കൊടുക്കാം. സുലാഫ തലയോട് നിറയെ സ്വർണ്ണ നാണയം ഇട്ടുകൊണ്ട് നമുക്ക് തിരിച്ചു തരും. അവരാ ഉദ്ദേശത്തോടെ ആസിം റളിയല്ലാഹു അൻഹു കിടക്കുന്ന, അദ്ദേഹത്തിന്റെ മയ്യത്ത് കിടക്കുന്ന ആ ഭാഗത്തേക്ക് പോയപ്പോ വലിയൊരു ഇരമ്പലോടുകൂടി എവിടുന്നോ ഒരു വലിയ തേനീച്ചക്കൂട്ടം അവരെ ആക്രമിക്കാൻ വന്നു. എവിടെ നിന്നാണ് അവർക്ക് പോലും അറിയില്ല. ആ തേനീച്ചക്കൂട്ടം അവരെ തുരുതുര കുത്താൻ തുടങ്ങി. പേടിച്ചു വിറച്ച് അവർ ഭയന്നോടി. ഓടുന്നതിനിടയിൽ അവർ പരസ്പരം പറഞ്ഞു, വൈകുന്നേരമാകുമ്പോൾ നമുക്ക് വരാം, ഈ തേനീച്ചക്കൂട്ടം, ഈ കടന്നൽ കൂട്ടം ആ തലയിറക്കാൻ നമ്മളെ സമ്മതിക്കുകയില്ല. വൈകുന്നേരവും അവർ വന്നു നോക്കി. ദൂരെ നിന്ന് അവർ നോക്കുമ്പോ ഒരു വലിയ കൂട്ടം പോലെ ഇരമ്പൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ചുറ്റിലും ആ കടന്നൽ കൂട്ടം ഇങ്ങനെ പറന്നു കളിക്കുകയായിരുന്നു. അവ അവിടുന്ന് പോയിട്ടില്ല. കാരണം അത് അല്ലാഹുവിന്റെ പട്ടാളമാണ്, അല്ലാഹ് നിയോഗിച്ചതാണ്. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, അല്ലാഹുവിന്റെ സൈന്യത്തെ കുറിച്ച് പടച്ച റബ്ബിനല്ലാതെ മറ്റാർക്കും അറിയില്ല. അവര് തിരിച്ചുപോയി. പോകുന്നതിനിടെ അവർ പറഞ്ഞു, നമുക്ക് രാവിലെ വരാം, രാവിലെ വന്നിട്ട് ആസിമിന്റെ തലയെറുക്കാം റളിയല്ലാഹു അൻഹു. രാവിലെ അവർ വരാൻ തീരുമാനിച്ച് തിരിച്ചു പോയപ്പോ അന്ന് രാത്രി ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു കിടന്നിരുന്ന പ്രദേശത്ത് ശക്തമായ മഴ പെയ്തു. ആ മഴയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചത് നടന്നു. ആസിം റളിയല്ലാഹു അൻഹു കിടന്നിരുന്ന പ്രദേശം മുഴുവൻ ഭൂമിയിലേക്ക് അങ്ങോട്ട് ആണ്ടുപോയി, ഭൂമിയിലേക്ക് മറഞ്ഞുപോയി. തൊടാൻ പോലും അവർക്ക് കിട്ടിയില്ല. ദഫനുല്ലാഹ്, അല്ലാഹുവിനാൽ മറമാടപ്പെട്ട സ്വഹാബി എന്ന പേര് കൂടി മഹാനായ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനുണ്ട്. നോക്കൂ, നിങ്ങൾ മരിച്ചു കഴിഞ്ഞപ്പോൾ പോലും അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാൻ അല്ലാഹ് സമ്മതിക്കാതെ ഇക്റാമ കൊടുത്തുകൊണ്ട് ഈ ലോകത്ത് നിന്ന് പടച്ചോൻ വിളിച്ചുകൊണ്ട് പോയ ഒരാളാണ് മഹാനായ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. മക്കളെ, അതുപോലെയുള്ള മരണമാണ് നമ്മൾ കുടിക്കേണ്ടത്. അതുപോലെയുള്ള ഒരു മരണത്തിനാണ് നമ്മൾ ആശിക്കേണ്ടത്. പടച്ചോനെ, നിന്റെ റിള, നിന്റെ വജ്ഹ് അത് നേടിയെടുത്തുകൊണ്ട്, നിന്റെ തൃപ്തി നേടിയെടുത്തുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് എന്ന് സദാ 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 നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം. പല ആളുകളും പല രൂപത്തിലാണ് മരിക്കുക. ചില ആളുകൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മരിക്കും, ചില ആളുകൾ അനാവശ്യമായി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിക്കും, ചില ആളുകൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കും, ചില ആളുകൾ ഫിത്ന പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മരിക്കും, ചില ആളുകൾ അള്ളാന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുമ്പോൾ മരിക്കും, ചില ആളുകൾ ഉയർന്ന കൈകളുമായി റബ്ബിന്റെ മുന്നിൽ പാപമോചനം തേടിക്കൊണ്ടിരിക്കുമ്പോൾ മരിക്കും, ചില ആളുകൾ സുബ്ഹാനക റബ്ബി സുബ്ഹാനക യാ റബ്ബി എന്ന് അദ്കാറുകളിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ മരിക്കും. എങ്ങനെയാണോ നമ്മൾ മരിക്കുന്നത് അതുപോലെയാണ് നാളെ മഹ്ശറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുക. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ, എൻ്റെ സമയം ഇവിടെ തീരാൻ, നിങ്ങൾ പരിശ്രമിക്കേണ്ടത് നല്ല ഒരു മരണത്തിനാണ്.